ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊഴുക്കട്ട ശനിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ 3 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതായത് 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അതൊന്ന് ഉരുക്കി പാനിയാക്കണം. അതിനായിട്ട് 1/2 കിലോ ശർക്കരയാണ് ഞാൻ ഇതിന് ചേർക്കുന്നത്. ഇത് കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് പാനിയാക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉരുകി വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏവീസിൻ്റെ ഇടിയപ്പപ്പൊടിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അത് 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറേശ്ശെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കയ്യിലിൻ്റെ കണ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ചൂടാണല്ലോ, കൈ പൊള്ളും. അതുകൊണ്ടാണ് കയ്യിലിൻ്റെ കണ കൊണ്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പൊടി ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല ശരിക്ക് കുഴക്കണം കേട്ടോ. അപ്പോഴേ നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് കിട്ടുകയുള്ളൂ. ഇതായിട്ട് നല്ലതുപോലെ പൊടി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കൈ കൊണ്ട് കുഴക്കുന്നത്. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അരിച്ച് മാറ്റണം. അപ്പോൾ പൊടി നമ്മൾ എത്രമാത്രം കുഴക്കുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ നല്ല സോഫ്റ്റ്നെസ്സായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പറ്റാവുന്ന വിധത്തിൽ നമ്മൾ പൊടി കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ട കിട്ടും. പൊടി കൂട്ടാണ് കുറച്ച് പ്രശ്നം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നല്ല അടിപൊളി കൊഴുക്കട്ടയൊക്കെ കഴിക്കാം കേട്ടോ. അങ്ങനെ പൊടി നല്ലതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരപ്പാനി നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് അടുപ്പിൻ്റെ മീതെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വെള്ളം വറ്റിക്കണം. ശർക്കരയുടെ വെള്ളമൊക്കെ എല്ലാം വറ്റണം. പിന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അതിന് കുറച്ച് നെയ്യ് എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ, അതായത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വറുത്ത കപ്പലണ്ടി തന്നെയായിരുന്നു, എന്നാലും നെയ്യിലൊന്ന് വറുത്ത് ഈ ശർക്കര തേങ്ങ കൂട്ടിലേക്ക് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഈ ശർക്കര തേങ്ങാക്കൂട്ടിൽ കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കൊഴുക്കട്ട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ. അതായത് അല്പം ഇങ്ങനെ കടിക്കാനായിട്ടൊക്കെ കിട്ടും. അങ്ങനെ പൊടി നല്ലതുപോലെ ഓരോ ഉണ്ടയാക്കി എടുത്തിട്ട് അത് നല്ലതുപോലെ കുഴിച്ചിട്ട് അതിനകത്തേക്ക് ശർക്കര വെച്ച് കൊടുത്ത് നമ്മൾ ആവിയിൽ കൊഴുക്കട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊഴുക്കട്ട ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഞങ്ങൾ പഴയ കുരുത്തോലയുടെ, അതായത് കഴിഞ്ഞ വർഷത്തെ കുരുത്തോല ഒരു കൊഴുക്കട്ടയുടെ മീതയിൽ കുരിശായിട്ട് വെക്കും കേട്ടോ. അതാണ് ആ കണ്ടത്. അപ്പോൾ കൊഴുക്കട്ടയൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ശനിയാഴ്ച കൊഴുക്കട്ട തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.